someone you are holding anger towards? ജീവിതത്തിൽ നമ്മളെ വേദനിപ്പിച്ച ആരോടെങ്കിലുമൊക്കെയുള്ള ദേഷ്യം, ക്ഷമിക്കാൻ കഴിയാത്ത അവസ്ഥ ഇപ്പോഴും നിങ്ങൾ കൊണ്ടു നടക്കുന്നുണ്ടോ? Forgiveness is not for them. It's for your freedom. ക്ഷമിക്കുക എന്നുള്ളത് പറയാൻ എളുപ്പമുള്ള, എന്നാൽ ചെയ്യാൻ പ്രയാസമുള്ള ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഫൊർഗീവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മൾ ആ പുറകോട്ട് വലിക്കുന്ന, നമ്മളുടെ ആ ഒരു പാസ്റ്റിലേക്ക് നമ്മെ വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു ചെയിനിനെയാണ് ബ്രേക്ക് ചെയ്യുന്നത്. വെൻ യു ഫൊർഗീവ്, യു ബ്രേക്ക് ദ ചെയിൻസ് ഹോൾഡിങ് യു ബാക്ക്. നമ്മെ ആ പാസ്റ്റിൻ്റെ വേദനയിൽ നിന്നും നമ്മൾ റിലീസ് ചെയ്യുകയാണ്. ഫൊർഗീവ് ചെയ്യാതെ അവരോടുള്ള ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സ്വയം വിഷം കുടിക്കുന്നതിന് തുല്യമാണ്. ഫൊർഗീവ്നെസ് ഈസ് എ ഗിഫ്റ്റ് യു ഗീവ് യുവർ ഓൺ സോൾ. നമ്മുടെ ആത്മാവിന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ക്ഷമിക്കുക എന്നുള്ളതാണ്. നമ്മെ ഫ്രീ ആക്കാൻ സഹായിക്കുന്ന, പാസ്റ്റിൽ നിന്നും എല്ലാ പെയിനിൽ നിന്നും ഫ്രീ ആക്കാൻ സഹായിക്കുന്ന ദൈവത്തിൻ്റെ വരദാനമായി കിട്ടുന്ന ആ ഒരു ഗിഫ്റ്റാണ് ഫൊർഗീവ്നെസ് എന്നുള്ളത്. ഈ 3 കാര്യങ്ങൾ ഒന്ന് ചെയ്യാൻ ശ്രമിക്കൂ. റൈറ്റ് എ ലെറ്റർ ടു സമ്മൺ യു നീഡ് ടു ഫൊർഗീവ്. നമ്മൾ ക്ഷമിക്കാനുള്ള ആ വ്യക്തിയോട് ഒരു ലെറ്റർ എഴുതുക. അവർക്ക് അയക്കണമെന്നില്ല, നമ്മുടെ മനസ്സിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു ലെറ്റർ എഴുതുക. ഇറ്റ്സ് നോട്ട് ഫോർ സെൻഡിങ്. അഫേം, ഐ ചൂസ് പീസ് ഓവർ പെയിൻ. എനിക്ക് പെയിൻ അല്ല വേണ്ടത്, ഐ ചൂസ് പീസ്, സമാധാനമാണ് വേണ്ടത്. വിഷ്വലൈസ് യുവർ സെൽഫ് ഫ്രീ ഫ്രം ദെയർ എനർജി. എത്രത്തോളം കാലം നമ്മൾ ക്ഷമിക്കാതെ കൊണ്ടു നടന്നാൽ അവരുടെ ആ ഒരു എനർജിയെയും കൂടിയാണ് നമ്മൾ കൊണ്ടു നടക്കുന്നത്. സോ ജസ്റ്റ് വിഷ്വലൈസ് യുവർ സെൽഫ് ഫ്രീ ഫ്രം ദെയർ എനർജി. ആ ഒരു എനർജി കോഡ് കട്ട് ചെയ്യുക. Forgiveness is the medicine your soul craves. Have a blessed day.